എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ എന്തും എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്ന കൂട്ടത്തില്ല. അതായത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഊട്ടി പോയി, ഊട്ടിയല്ല കൊടൈക്കനാൽ ടൂർ പോയി, അവളെ ഹസ്ബൻഡൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, കുറേ പെൺപിള്ളേരായിട്ട് കുറച്ച് ഗ്രൂപ്പുണ്ട്. അപ്പം ഞാൻ വെറുതെയെങ്കിലും ഞാൻ പറഞ്ഞു വരുമ്പോൾ നീ എനിക്കൊരു മഷ്റൂം വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞു. അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. അപ്പം പിന്നെ പറഞ്ഞാൽ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ എന്നിട്ട് ഇവൾക്കത് മനസ്സിലായില്ല എന്ന് എനിക്ക് തിരിഞ്ഞു. ഞാൻ പണ്ട് ലെന മഷ്റൂം കഴിഞ്ഞപ്പം മഷ്റൂം കഴിച്ചിട്ട് ലെനേൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവൾ മഷ്റൂം കഴിച്ചപ്പോൾ ഫുൾ ഓക്കെ ആയി, നോർമലി പെർഫെക്റ്റായി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെയല്ല. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും എന്താണെന്ന് നോക്കാമല്ലോ എന്ന് മനസ്സിൽ ഓർത്തു. അപ്പോൾ ഞാൻ ഫേക്കാണെങ്കിൽ ഞാനത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനങ്ങനെ അവിടെ നിന്നൊക്കെ ഈ ഒരു മഷ്റൂം ചീത്തയായി. ഇപ്പോൾ അതങ്ങനെ കഴിക്കണമെന്നാണ് ഞാൻ അവളുടെ ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുള്ളതും ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ സെർച്ച് ചെയ്യുന്നത്. അപ്പം ഞാനിത് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഞാൻ ചോദിച്ചു, എടി നീ എന്തായാലും മഷ്റൂം കൊണ്ടുവരാത്തപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കണ്ടു, പിന്നെ ഞാനത് വാങ്ങിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ മഷ്റൂം എന്ന് പറഞ്ഞത് നിനക്ക് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല എന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എടി ഇതാണ് സംഭവം, ലെനേൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടാകും. ആ സമയത്തൊക്കെ അത് ഭയങ്കര ചർച്ചയായിരുന്നു. ലെന അത് പിന്നെ ഡോക്ടേഴ്സൊക്കെ വന്നിരുന്നിട്ട് പറഞ്ഞു ഒന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല, അത് എന്തോ കെമിക്കൽസ് എന്തോ ഭൂമിയിൽ അല്ല മണ്ണിൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാവണതെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പം ഞാൻ പറയടി ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു പിന്നെ ഓ ഇത് ശരി എന്നിട്ട് എന്നെ അതിൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ, നീ അതാണല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഒരുത്തിയുണ്ട്, ഒരാളുണ്ട്. അപ്പം ആൾ ഉടനെ ആളുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ആൾ പാർട്ടിക്ക് വരുമ്പോൾ അവർ ഡ്രിങ്ക്സ് കഴിക്കലുണ്ടെന്ന് കേട്ടോ. അപ്പം അതൊക്കെ അങ്ങനെ ഒക്കെ ആണെങ്കിൽ എനിക്ക് അതും പറയും. ആൾ പിന്നീട് പറഞ്ഞുണ്ടാക്കിയത് ഇവൾ അങ്ങനെ വല്ലതും കഴിക്കുന്നുണ്ടാവും, കുടിക്കുന്നുണ്ടാവും എന്നൊക്കെ എന്നെ ഒരു ഗോസിപ്പ് പോലെ. പിന്നെ ഞാൻ കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിരിക്കും. എനിക്കൊരു വെളിയും അറിയില്ല, മനസ്സിലായോ? എനിക്കല്ല കുടിക്കാനുള്ള കുറഞ്ഞ വല്ലതും കുടിപ്പോവും. ബാറിലെങ്ങനെയാണ് ഞാൻ ചെന്ന് നിൽക്കുന്നത്, പിന്നെ കുടിക്കാനും വലിക്കാനും. അപ്പം ഞാൻ പറയാം എനിക്ക് കുടിക്കണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇവിടെ കിടന്നും ഇരുന്ന് നീന്തിയും കുളിക്കാനായിട്ടുണ്ട്, പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാനാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ തീ ചിലപ്പോൾ എനിക്കിഷ്ടമല്ല, നേരത്തെയൊക്കെ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈയിടെയല്ല കുറച്ചായിട്ട് ഈ അമ്പലത്തിൽ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്താണ് തെയ്യമില്ല, ആ സമയത്ത് തീ എനിക്ക് കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു പേടി പോലെയാണ്. അപ്പോൾ എനിക്കത് ആരോടും പറയാനും പറ്റാത്തതുകൊണ്ട് ഞാൻ പോയി സ്വിമ്മിംഗ് പൂളിലും എവിടെയാണ് ഇരുന്നതെന്നറിയോ? ഈ കുട്ടികളിരിക്കുന്ന പൂളില്ലേ, പാരൻസ് ഒന്ന് കുളിക്കുമ്പം കുട്ടികളിരുന്ന പൂളിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് കൂടി എൻ്റെ ബ്രസ്റ്റിൻ്റെ ഇവിടം വരെ ഉള്ളൂ, മനസ്സിലായോ? എൻ്റെ ബ്രസ്റ്റിൻ്റെ ഇത്ര ഭാഗമേ ഉള്ളൂ ഇരുന്നിട്ട് കൂടി. കുഞ്ഞു മക്കളെ കൊണ്ട് അതിനകത്ത് തള്ളുകയാണ് പാരൻസ്. ഇത് അറിഞ്ഞുകൂടാത്ത കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ ഈ മെയിനായിട്ടുള്ള ആൾക്കാരോട് ഇതിൻ്റെ മെയിനായിട്ട് വന്ന ആളോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഞാൻ ഇരിക്കാൻ എനിക്കിതാണ് സേഫ് കംഫർട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയി, എന്താ അവൾ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഞാൻ ആ ഫയറിലോട്ട് ചെന്നാലായിരിക്കാം എനിക്ക് പേടിയാവുക, മനസ്സിലായോ? ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് അവരുടെ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ മാത്രമേ ഇരുന്നു. അപ്പോൾ ഞാൻ അതിലിരിക്കുന്നതുകൊണ്ട് എന്നെ കയറിയാനായിട്ട് ഒരാൾ അവിടെ വന്നിരുന്നു, വേറൊരാൾ, അതായത് നമ്മളെ കൊണ്ടുവന്ന കൂട്ടത്തിലൊരാൾ ആൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അവർക്ക് പേടിക്കാനൊന്നുമില്ല. എന്ത് പേടിക്കാനുള്ളത്? ഞാൻ ഇതിലാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് നമ്മളെ കൊണ്ടുവന്ന മെയിൻ ആൾ പറഞ്ഞത് ഇരുന്നോ ഓക്കെ നീ അതിലാണ് ഇരിക്കണമെങ്കിൽ. ആൾക്കത് മനസ്സിലായി ഞാൻ അതിലാണ് സാറ്റിസ്ഫൈഡ് എന്ന്. പിന്നെ എന്നെ അതിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോയി. അതായത് എണീച്ച് വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ഫയർ ഡാൻസിനോടെ പോയി. എനിക്ക് ഫയർ ഡാൻസ് കളിക്കാൻ ഇഷ്ടം തോന്നിയില്ല. അപ്പോഴേക്ക് അതിൽ എന്നോട് ഒരാൾ ചോദിച്ചത്, അതായത് എനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തി, ഞങ്ങൾ 5 പേരിൽ
ഒരാളെ എനിക്ക് ഇഷ്ടമുള്ളതിൽ, അവളുടെ ഫ്രണ്ടാണ് ഈ 4 പേര്. പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ നിന്നേ ഉള്ളൂ, ആ ഒരു സർക്കിളിൽ അവിടെ നിന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു 4 പേരും എനിക്ക് ഒന്നുമല്ല, എനിക്കൊരു ഫ്രണ്ടേ അല്ല, അതിൽ അവൾ മാത്രം. അപ്പോൾ അവൾ എന്നോട് നീ കുടിച്ചിട്ടുണ്ടാകുന്നു, കൂടെ നടക്കുന്നു, പോകുന്നു, വരുന്നു, നമ്മളെ കൂടെ ഇത്രയും പേര് ഒരു ഗ്യാങ്ങായിട്ട് പോകുമ്പോൾ, അത്രയും സേഫായിട്ട് കൊണ്ടുപോകുമ്പോൾ കുടിക്കാനായിട്ട് അവളെ പറഞ്ഞാൽ അവളെ വേറെ വല്ലവരും കൊണ്ടുവന്നേക്കുന്ന എനിക്ക്, അവളെ വീട്ടിൽ നിന്ന് അവളെ കെട്ടിയവൻ എനിക്ക് കൊണ്ടുവന്നേക്കുന്ന കുടിക്കാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഉത്തരവാദിത്തോടു കൂടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യണം. അവൾ ചെയ്യുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ സ്മെല്ലടിക്കില്ല. ഈ സ്മെല്ലടിക്കാത്ത സാധനമുണ്ടോ എനിക്കറിയില്ല, എൻ്റെ സ്മെല്ലടിക്കില്ലേ. പിന്നെ എനിക്ക് എപ്പോഴും ഉള്ളൊരു സുഖമാണ് മൗത്ത് വാഷ്. എൻ്റെ ബാത്റൂമിൽ കാണിച്ചു തരാം, 2 മൗത്ത് വാഷാണ് ഞാൻ എടുത്ത് വെച്ചേക്കണം. പിന്നെ അതുപോലെ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ ചെറിയ ബോട്ടിൽ കൊണ്ടുപോകും. എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പം എനിക്ക് മൗത്ത് വാഷ് അടിക്കണം. എൻ്റെ ഒരു സുഖേടാണ്, ഇല്ലെങ്കിൽ ഞാനിത് വായി കുപ്പിളിക്കും. എൻ്റെ ഒരു സ്മെല്ല് എനിക്ക് വായുനാറ്റം ഉണ്ടാകുന്നു. എൻ്റെ ഹോമിയോ ഡോക്ടർക്ക് അറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ ഇല്ല, തൻ്റെ തോന്നലാണ്. പക്ഷേ എനിക്കങ്ങനെ പലരുടെയും വായുനാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്, സ്മെല്ലടിച്ചിട്ടുണ്ട്. പക്ഷെ അവരോട് നമ്മളെങ്ങനെ തുറന്ന് പറയും? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, നമ്മൾ 5 പേരിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് നിർത്ത്, കൽപ്പനേനെ എനിക്കറിയാം, കൽപ്പന ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അന്തസ്സായിട്ട്, ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവളല്ല, അല്ലെങ്കിൽ പല തന്തയ്ക്ക് പറഞ്ഞവളല്ല, ചെയ്തിട്ടുണ്ടെന്ന് എന്നെ പറയും. ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. നിനക്ക് വേണ്ടിയിട്ടായി പറയുന്നത്, നിൻ്റെ ഈ തന്തയില്ലാത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. എന്നിട്ട് ഇവളെന്തെന്നറിയാം, നമ്മളെ കൂടെ വന്നില്ല, ഇവള് വാച്ച് ചെയ്യാനായിട്ട് അവിടെ കയറിയിരുന്നു. എൻ്റെ ബാഗ് മൊത്തം ഇവള് വാച്ച് ചെയ്യാണ്. അവൾക്ക് എന്നിട്ട് എന്താ തേങ്ങ കിട്ടിയെന്ന് എനിക്കറിയില്ല, മനസ്സിലായോ? എനിക്ക് അവളെ എന്നിട്ട് അടുത്ത ദിവസം അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവളെ കൊല്ലേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു വർത്തമാനത്തിൽ അവൾ തകർന്ന് തരിപ്പണാവും. അങ്ങനെയാണ് അവളെ ഇനി ദൈവം ശിക്ഷിച്ചിട്ടേക്കുക അവളെ, മനസ്സിലായോ? ഞാനും കൂടെ പറഞ്ഞ അവൾ ചത്തുപോകും. അതുകൊണ്ട് നിനക്ക് അന്ന് ഞാൻ തലേദിവസം അടിക്കാനായിട്ട് ഞാൻ നിന്നതാണ്, അന്നും അടിക്കാൻ നിന്നേ. അപ്പോഴും എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പോട്ട് എന്ന് പറഞ്ഞു. അവൾ പിന്നെ സമാധാന പ്രിയേട്ടാ, പിന്നെ അവൾക്ക് എന്നെ അറിയാം. പിന്നെ അതുകൊണ്ട് അവൾ പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യം അവരെക്കുറിച്ച് പറയണ്ട, അവരങ്ങനെ ചെയ്യുന്നതല്ല, ചെയ്തെങ്കിൽ അന്തസ്സായിട്ട് പറയും. ഒരു സ്ഥലത്തുനിന്ന് നമ്മളെ കൊണ്ടുപോകുമ്പം, ഒരാളെന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു വീട്ടിലേക്കാണെങ്കിൽ ക്ഷണിക്കുമ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് കെയറായിട്ട് അവർ വീട്ടിൽ പോകും. അല്ലാണ്ട് അവിടെ ചെന്നിരുന്നിട്ട് പിന്നെ നമ്മളൊരു മോശം പ്രവൃത്തി ചെയ്യേണ്ടതല്ല. ഞാനിപ്പോൾ പുറത്തുനിന്നൊക്കെ പഠിച്ച് വളർന്ന എല്ലാം ശരി തന്നെ, എനിക്കറിയാം എന്താണ് എവിടെ പോയാലും എങ്ങനെ ഇരിക്കണം നടക്കണം എന്നൊക്കെ എനിക്കറിയാം. നമ്മൾ അവരെ ഇതാക്കാൻ വേണ്ടിയിട്ട്, ഇൻസൾട്ട് ചെയ്യാനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു ഭാഗത്തുനിന്ന് കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ടത്. ഇപ്പം എന്നെ അവിടെ നിന്ന് അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്നെ പൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നുകൊണ്ടാണ് അവർക്ക് ഞാൻ കരഞ്ഞതെന്ന് വിചാരിച്ചു. അല്ല, ഒരിക്കലും അല്ല. എന്നെ പൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഓക്കെ. പിന്നെ ഞാൻ വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എല്ലാവരും ഓർത്ത് എന്തിനാണ് ഡ്രസ്സ് കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ എനിക്കറിയാം, എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. എന്താണ് അതിനെന്താ പറയലെന്ന് അറിയില്ല. പലരും അത് പറയും, അങ്ങനെ അതിനെക്കുറിച്ച് പറയും. ഈ വീഡിയോ എടുത്ത് പറയാം.